പ്രവാസ ജീവിതം എന്തുകൊണ്ട് വെയിറ്റ് കൂട്ടുന്നു? ഇത് സാധാരണയായിട്ട് പ്രവാസ ജീവിതത്തിലോട്ട് കടക്കുന്ന എല്ലാവരും അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ്. അപ്പം അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായിട്ടും ഈ കാരണങ്ങൾ നമ്മൾ 5 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഈ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് ഗെയിൻ നാച്ചുറലാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ മൂവ്മെൻറ്റ്. പ്രവാസ ജീവിതത്തിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കോർപ്പറേറ്റ് ജോലിയാണെന്നുണ്ടെങ്കിൽ നമുക്കധികം ഇരുന്നുകൊണ്ടുള്ള ജോലിയായിരിക്കും മാക്സിമം എല്ലാവർക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരുന്നുകൊണ്ടുള്ള ജോലി മാത്രമല്ല, നമ്മളിപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ കാറോ മെട്രോയോ അതായിരിക്കും നമ്മുടെ ഓപ്ഷൻ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു, രാവിലെ ആവുന്നു, വീണ്ടും ജോലി, വീണ്ടും മെട്രോ, വീട്. അങ്ങനെയായിരിക്കും നമ്മുടെ ഒരു മൂവ്മെൻറ്റ് പാറ്റേൺ പറയുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു മൂവ്മെൻറ്റ്സും ഇല്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലറി ഒരിക്കലും ബേൺ ആവത്തില്ല. നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്, നാച്ചുറലി നമ്മൾ കഴിക്കുന്നത് പോലെ ആസ് യൂഷ്വൽ കഴിക്കുന്ന പോലെ ഫുഡ് കഴിക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മുടെ ബോഡിയിൽ വന്നിട്ട് എനർജി ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ എനർജീനെ നമ്മുടെ ബോഡിയിൽ ബേൺ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യാതെ വരുമ്പോൾ എന്ത് പറ്റും? ഈ നമ്മൾ കഴിച്ച കാലറി ഫാറ്റായിട്ട് ബോഡിയിൽ വീണ്ടും ഡെപ്പോസിറ്റ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വെയിറ്റ് കൂടാനുള്ള ചാൻസാണ് കൂടി വരുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഫുഡായിരിക്കും. എപ്പോഴും നമ്മുടെ പ്രവാസ ജീവിതത്തിൽ കഴിഞ്ഞാൽ നമുക്ക് ടൈം കിട്ടാറില്ല. കാരണം നമ്മുടെ ഡ്യൂട്ടി ഷെഡ്യൂള് അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പം ട്രാവൽ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് മാക്സിമം ഫുഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനുള്ള ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്സൈഡ് ഫുഡ്, ഹോട്ടൽ ഫുഡ്സിനെ ആയിരിക്കും കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക. ഇങ്ങനെ ഹോട്ടൽ ഫുഡിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പം കൂടുതലായിട്ട് ഓപ്റ്റ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയായിരിക്കും? ലൈക്ക് ഷവർമ, അതുപോലെ തന്നെ എന്താണ് ഫ്രൈഡ് ഫുഡ്സൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രൈഡ് ഫുഡ്സൊക്കെ കൂടുതലായിട്ട് ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒത്തിരി ഹിഡൻ കാലറീസ് ഉണ്ട്. ഇങ്ങനെ ഹിഡൻ കാലറീസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു വരുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ബോഡിയിൽ അത് ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ആവും. അങ്ങനെ ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ആയി വരുമ്പോൾ എന്ത് പറ്റും? നമുക്ക് വീണ്ടും വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. മൂന്നാമതായിട്ട് സ്ലീപ്പ് പ്രോബ്ലംസ്. ഇപ്പോൾ നമ്മുടെ ലേറ്റ് നൈറ്റ് വർക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് കോർപ്പറേറ്റ് ജോലിയാകുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ ഉറക്കമില്ലായ്മ ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ നമുക്ക് ഉറക്കമില്ലാതെ വരുന്നു എന്നൊരു കണ്ടീഷൻ നമുക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഹോർമോൺസിനെ അത് ബാധിക്കാറുണ്ട്. ഈവൻ ലെപ്റ്റിനും ഗർലിനും അതുപോലെ തന്നെ ഗ്രോത്ത് ഹോർമോൺസ്, കോർട്ടിസോള്, അങ്ങനെയുള്ള ഒത്തിരി ഹോർമോൺസിനെ ഇത് ബാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഹോർമോൺസ് അഫക്റ്റ് ആകുമ്പോൾ നമ്മുടെ ബോഡിയിൽ സാധാരണയായിട്ട് വെയിറ്റ് വീണ്ടും കൂടാനാണ് സാധ്യത. അപ്പോൾ ഉറക്കമില്ലായ്മ അത് ഗ്രാജ്വലി നമുക്ക് എന്ത് പറ്റും? വെയിറ്റ് ഗെയിനാണ് വഴിയൊരുക്കുന്നത്. നാലാമത്തത് സ്ട്രെസ് ഈറ്റിംഗ് ആണ്. സ്ട്രെസ് ഈറ്റിംഗ് ഇൻ ദ സെൻസ് നമുക്കിപ്പോൾ എന്തെങ്കിലും ജോലിയിലുള്ള സ്ട്രെസ്സ്, കോമ്പറ്റീഷൻ വരുമ്പോഴും അതുപോലെ തന്നെ വർക്ക് പ്രഷറും ഒക്കെ വരുമ്പോൾ ചിലരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പം ഗ്രാജ്വലി ആണ് അത് തുടങ്ങി വരുന്നത്. ചിലപ്പോൾ ഒരു ബിഞ്ച് ഈറ്റിംഗ് പോലെ, അതായത് ഇടനേരങ്ങളിൽ സ്നാക്സ് പോലെ കഴിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു കണ്ടീഷനിലോട്ട് ഇവർ വരും. ഇങ്ങനെ കണ്ടീഷനിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്കത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷൻ ആയിരിക്കത്തില്ല. അപ്പോൾ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടേയിരിക്കും. അതനുസരിച്ച് ഇവർക്ക് വെയിറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഫിഫ്ത്ത് പോയിൻ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്. എന്താ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ റുട്ടീൻ. അതായത് നമുക്ക് ഭക്ഷണം, ഉറക്കം, അതുപോലെ തന്നെ വ്യായാമം ഇവയൊന്നും ക്രമമല്ലാതെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു രീതിയാണ് ഫിഫ്ത്ത് പോയിന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ നമ്മൾ നോ റുട്ടീനിലാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ബോഡി അഫ്കോഴ്സ് എന്താവും? കൺഫ്യൂസ്ഡ് ആവും. ഇങ്ങനെ ബോഡി കൺഫ്യൂസ്ഡ് ആയിക്കഴിഞ്ഞാൽ ടോട്ടലി നമ്മുടെ ബോഡി ഓൾട്ടർ ആകും. അങ്ങനെ നമുക്ക് വെയിറ്റ് ഗെയിൻ ഗ്രാജ്വലി വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഇതിന് പരിഹാരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെയിലി ഒരു 20 മിനിറ്റെങ്കിലും നടക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ 20 മിനിറ്റ് എങ്ങനെ നടക്കാം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഫസ്റ്റ് നമ്മളുടെ മനസ്സിൽ വരുന്നത് പ്രവാസത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒന്നാണ് എസ്കലേറ്റർ, ലിഫ്റ്റ്, അങ്ങനെയുള്ളവ. അപ്പോൾ മാക്സിമം ഈ എസ്കലേറ്ററും ലിഫ്റ്റൊക്കെ ഒഴിവാക്കിയിട്ട് സ്റ്റെപ്പ് എടുക്കാൻ ശ്രമിക്കുക പറ്റുന്നവരാണെങ്കിൽ. ചിലർക്കൊക്കെ മുട്ടുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നടക്കാനായിട്ട് നോക്കുക. അല്ലാതെ സ്റ്റെപ്പ് എടുത്തിട്ട് കഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെയില്ല, ഗ്രാജ്വലി നമ്മളിപ്പം യങ് ആണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളവരാണെങ്കിൽ മാക്സിമം സ്റ്റെപ്പ് എടുക്കാനായിട്ട് നോക്കുക. അതൊരു നല്ലൊരു എക്സസൈസാണ്. ഗോയിങ് വിത്ത് ദ ട്രെൻഡ് ഒരു 10,000 സ്റ്റെപ്സ് പെർ ഡേ എന്നുള്ളത് ടാർഗറ്റ് ആക്കി വെക്കുക. ഡെയിലി പറ്റുന്നത്രയും ശ്രമിക്കുക നടക്കാനായിട്ട്. രണ്ടാമതായിട്ട് ഔട്ട്സൈഡ് ഫുഡ് ഒന്ന് ലിമിറ്റ് ചെയ്യുക. മാക്സിമം പറ്റുന്നത്ര വീട്ടിലെ ഹോംലി ഫുഡ്സ് മാത്രം നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഓട്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ റെസിപ്പീസ് ഇല്ലേ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തിട്ട് കഴിക്കാൻ നോക്കുക. അപ്പോൾ ഒരുപാട് ഫ്രൈഡ് ഫുഡ്സും കാര്യങ്ങളൊക്കെ കുറച്ച് അവോയ്ഡ് ചെയ്യാൻ നോക്കുക.
മൂന്നാമതായിട്ട് സ്ലീപ്പ് പാറ്റേൺ മാക്സിമം നമ്മളുടെ ബെഡിലേക്ക് ഫോണിനെ കൊണ്ടുവരാതിരിക്കുക. കാരണം ഫോൺ നോക്കിയിട്ടാണ് മാക്സിമം നമ്മൾ റീൽസ് അതുപോലെ ഷോർട്സൊക്കെ കണ്ടാണ് നമ്മൾ നൈറ്റ് ഉറങ്ങാൻ കിടക്കുന്നത്. അപ്പം ബെഡ് ടൈമിലേക്ക് നമുക്ക് ഫോണിനെ ഒന്ന് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് സ്ലീപ്പിനെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ ഉറക്കത്തിൻ്റെ പാറ്റേൺ നമ്മൾ കറക്റ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഗെയിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നാലാമതായിട്ട് കമ്പൽസറി ആയിട്ട് നമ്മൾക്ക് ഒരു റുട്ടീൻ കൊണ്ടുവരാൻ നോക്കുക. അതായത് നമ്മുടെ ഭക്ഷണക്രമവും അതുപോലെ തന്നെ വ്യായാമക്രമവും ഉറക്കവും എല്ലാം റുട്ടീനിലേക്ക് കൊണ്ടുവരിക. പക്ഷേ ഇന്നത്തെ ഒരു ന്യൂ ജനറേഷനിൽ മെജോറിറ്റി ഓഫ് പീപ്പിൾ എല്ലാം സോഷ്യൽ മീഡിയ കൊണ്ടാവാം അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ കൊണ്ടാവാം അവരെല്ലാം അവെയറാണ്. കാരണം അവർ മാക്സിമം അവരുടെ ഓരോ പോസിബിലിറ്റിയും അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരെല്ലാവരും ബാക്കിയുള്ളവരും കൂടെ ആ ഒരു അവയർനെസ് കൊണ്ടുവരണം അവരുടെ ലൈഫിലേക്ക്. എന്നിട്ട് അവരവരുടെ ഹെൽത്ത് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യണം. എന്തായാലും നമ്മുടെ ഒരു പ്രവാസ ജീവിതത്തിലോട്ട് നമ്മൾ കടന്നു വന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരു എബ്രോഡ് ലൈഫ് തിരഞ്ഞെടുത്തിട്ട് നമ്മുടെ ഹെൽത്തിനെ ഒരിക്കലും റിസ്ക് ചെയ്യരുത്. കാരണം അവസാന സമയം വരെയും നമ്മുടെ ഹെൽത്ത് ആയിരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹെൽത്തിന് നമ്മളെപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക. നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. അത് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ അളവിനാണോ എന്ന് മനസ്സിലാക്കിയിട്ട് ഭക്ഷണം കഴിക്കുക. നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ നാളത്തേക്ക് നമ്മുടെ ഹെൽത്തിനെ നമുക്ക് ഒരുക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.